എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാറേ. പക്ഷെ എന്തപ്പോ കാട്ടുന്ന് ആൾക്കാർ ഇത് ഇങ്ങനത്തെ ഒരു സമയമല്ലേ, ആരുടെ കൈമേലും കായില്ല, പിന്നെ എങ്ങനെ ഇവരൊക്കെ അക്കൗണ്ട് തുടങ്ങുക? അല്ല, ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. ഇതിപ്പോ ഞാൻ മാത്രം, എന്റെ 2-3 ചങ്ങായിമാരുണ്ട് ബാങ്ക് മാനേജർമാരുടെ, ഓരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടാണിത്. എന്താക്കും ഇപ്പൊ ഇറക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ ആൾക്കാരുടെ അടുത്ത്? ആ അറിയാം സാർ, സോറി സാർ. ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതെ അറിയാം. ഓക്കെ സാർ, ഞാൻ പരമാവധി ശ്രമിക്കാം. ഞാൻ വിളിക്കാം. ഞാൻ ഒരു കസ്റ്റമർ വന്നില്ല സാർ. ഓക്കെ. വേർത്ത് പോയി. GM-ന്റെ തെറി കേൾക്കുന്നത് വരെ. എന്താ നിങ്ങൾ പറയണത്? ഭയങ്കര പ്ലസറാന്ന് ഇവര്. ശരി, അപ്പൊ നിങ്ങൾക്കൊണ്ട് ഈ വക പ്രശ്നങ്ങളല്ലേ? ഉണ്ടോന്നോ? അയ്യോ, ഇതിപ്പോ ഇത്ര ആൾക്കാരെ കൊണ്ട് അക്കൗണ്ട് എടുപ്പിക്കണം എന്നൊക്കെ നിർബന്ധമാണ് ഇവിടെ. ടാർഗറ്റ് അച്ചീവ് ചെയ്യണോ, ഇല്ലെങ്കിൽ പെട്ട് ഈ കുപ്പായിട്ട് ഇവിടെ കുത്തിരിക്കണമെന്നുള്ളൂ. മൊത്തം ടെൻഷനാ. നമുക്ക് ഇറക്കാൻ പറ്റും ആൾക്കാരോട്. ഞാനൊരു മാനേജർ അല്ലേ, പറയണതിനൊക്കെ ഒരു കയ്യും കണക്കില്ലേ. അത് പോട്ടെ. എന്തായി നിങ്ങളെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ? എല്ലാം ഉണ്ട്, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എടുക്കി. പിന്നെ സാറേ, അതിനകത്ത് മറ്റേ പൊസഷൻ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും വെച്ചിട്ടില്ല. അത് 2 ദിവസത്തിനുള്ളിൽ കിട്ടും. അത് കുഴപ്പമില്ല, അത് 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇതൊക്കെ വെച്ചിട്ടേ നമുക്ക് അക്കൗണ്ട് അങ്ങോട്ട് തുടങ്ങാം. ഒരു 3000 റുപ്യ അടച്ചിട്ടേ നിങ്ങൾ അക്കൗണ്ട് അവിടെ തുടങ്ങിക്കളി. അപ്പൊ ചെക്ക് ബുക്കും പാസ്ബുക്കും ഒക്കെ കിട്ടുമല്ലോ. കിട്ടും. പിന്നെ ഫോട്ടോ വേണോ? ഫോട്ടോ ഉണ്ട്. പിന്നെ ഐഡന്റിറ്റി കാർഡും, അത് 2 ഉണ്ടല്ലോ. ആധാർ പോലെ അത് മതി. അത് വെച്ചിട്ട് നമുക്ക് അക്കൗണ്ട് അവിടെ തുടങ്ങിക്കളാം. ഒറ്റ മിനിറ്റ്, ഞാൻ വിളിച്ചു പറഞ്ഞേക്കട്ടെ. എന്താ പെരയിലൊക്കെ സുഖമല്ലേ? കുഴപ്പമില്ല, അങ്ങനെ പോടും. ബിന്ദുവോ? എൻ്റെ ഒരു ചെങ്ങായി വന്നിരിക്കണം, സത്യശീലൻ എന്നാ പേര്. അവർക്ക് ഒരു SB അക്കൗണ്ട് തുടങ്ങണം കേട്ടോ. അതിന്റെ വേണ്ട സജ്ജീകരണമൊക്കെ ചെയ്തു കൊടുക്കേ. അപ്പം അങ്ങോട്ട് വരും. അത് ബിന്ദു എന്ന് പറഞ്ഞൊരു കുട്ടി ചെയ്തു തരും കേട്ടോ. അല്ല, എനിക്ക് പോകാൻ പറ്റേ. നിങ്ങളിപ്പോ ഈ ഹൗസിംഗ് ലോണിനെ എത്ര നിങ്ങൾ പ്രതീക്ഷിക്കണത്? നമുക്കിപ്പോ മാക്സിമം എത്ര റുപ്യ കിട്ടും? അതിപ്പോ നിങ്ങളെ എലിജിബിലിറ്റി ഒക്കെ നോക്കേണ്ടി വരും. ഇപ്പൊ അതെ, നോക്കണം. എത്ര നിങ്ങൾ പ്രതീക്ഷിക്കണത്? ഞാനിപ്പോ എനിക്കൊരു 25 ലക്ഷം റുപ്യയിലും കിട്ടണം. 25 വേണോ അല്ലേ? അതെ, എന്നാലിപ്പോ കാര്യങ്ങളൊക്കെ ഒരു നിലയ്ക്ക് ഇങ്ങോട്ട് നടക്കുള്ളൂ. അതാണ്. ഇൻഷാല്ലാ ഞാൻ നോക്കാം. നിങ്ങളൊരു പണി, നിങ്ങളിപ്പോ ചെല്ലി പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ആ പറഞ്ഞ സ്കെച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് വരി. അപ്പോഴേക്ക് ഞാൻ അവിടെ ഒന്ന് ചാലാക്കാം. വരുമ്പോ ഒന്ന് വിളിക്കണം. അതെ, വിളിച്ചിട്ട് വരും. വിളിച്ചിട്ട് വന്നാൽ മതി. എന്നാ പിന്നെ അത് എടുത്ത് അങ്ങനെ ചെല്ലി. ഞാൻ കുറച്ച് ടെൻഷനിലാണ്. കോള് വന്നിട്ടേ ആകെ ഒരു ഇറിറ്റേഷനാ. നിങ്ങൾ ചെല്ലി. ശരി. എവിടുന്ന് ഉണ്ടാക്കാനാണ് ഇത്രയൊക്കെ അക്കൗണ്ട്? எப்ப இருக்க? സുഖായിരിക്കും. சகமே இருக்கா? சரி. ஐயோ, என்ன இது எல்லாமே எங்க வச்சிருக்க? സാറേ, ഹരിസാറിന്റെ ലൊക്കേഷൻ സ്കെച്ച് കൊടുക്കണമെന്ന് ഇന്ന് പറഞ്ഞിരുന്നു. അയാൾ ചുമ്മാ അന്ത ഇടത്തിൽ ഇരുന്ന് വിളിച്ചാ പോറാ. രാഘവേട്ടാ, വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം പണിയും പോതേ നമ്മളെ എല്ലാം ഒന്ന് കാണേണ്ട മാതിരി കണ്ടാലെന്താ? എന്നെ കണ്ടിരുന്നു. എതുക്ക്? സാറിന് തരാനുള്ള എന്റെ കയ്യിൽ തന്നു. ഇതെല്ലാം മുതല சொல்லுவானே. ഞാൻ മുതലേ சொல்லாத നിക്കല്ലേ. சரி சரி சரி, இருக்கட்டும். இப்ப வேண்டாம், ஈவனுங்கள பார்க்கலாம். நல்லா சிகிச்சையெல்லாம் രാഘവട്ടാ, ഇത് ആദ്യമേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ സ്കെച്ചൊക്കെ എപ്പോഴേ റെഡി. അത് താനാ ബുദ്ധി, അത് ചെയ്യില്ല. സാറേ നമസ്കാരം. നമസ്കാരം. എന്താണ്? ഞാൻ കൈവശാവകാശ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സ്കെച്ചും വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ആപ്ലിക്കേഷൻ എന്താ? ആപ്ലിക്കേഷൻ കൊടുത്താ? 4 ദിവസമായി. അപ്പം അതിന്റെ രസീത് എവിടെ? രസീറ്റ് എടുത്തിട്ടില്ല. ഇതാണ് എല്ലാവരും രാവട്ടാ. ബാക്കിയെല്ലാം ശരിയാക്കി വന്നിട്ട് ഓടി ഇങ്ങോട്ട് വരും,
എന്നിട്ട് ഇവിടെ കിടന്ന് ഇങ്ങനെ തിരയും. റെസീറ്റ് ഉള്ള ഒന്നുമില്ല. റെസീറ്റ് ഇല്ല പിന്നെ വാ. റെസിപ്റ്റ് എന്താ? ആ ആ റെസീറ്റ് ഉണ്ടല്ലേ? ശരി. ഇത് കരമടച്ച റെസീറ്റ് എവിടെ? അല്ല, കരമടച്ച റെസീറ്റ് നമ്മൾ അതിന്റെ കൂടെ വെക്കുമല്ലോ അപേക്ഷയുടെ. ആ വയ്ക്കണം വെക്കണം. വയ്ക്കണം. ആ അതിൽ വെച്ചാ? അതിൽ വെച്ചു അതിൽ വെച്ചു അതിൽ വെച്ചു. ആ അപ്പോ ശരി. അപ്പോ നിങ്ങള് ഒരു വണ്ടി ഉണ്ടാ? വണ്ടി പോവും. അല്ല വണ്ടി പോകുന്നല്ല, നിങ്ങളുടെ സ്ഥലം വരെ ഞാൻ വരണ്ടേ? വരണോ? സ്ഥലം വന്ന് നോക്കണ്ടേ? ഓ നോക്കണം. അപ്പൊ അതുവരെ പോകാൻ എവിടെ വണ്ടി? വണ്ടി ഉണ്ടാ നിങ്ങളുടെ കയ്യില്? വണ്ടി ഉണ്ട്. എന്ത് വണ്ടി? പുറത്തിരിക്കണ് 2 വീലർ. വേണ്ട, നിങ്ങൾക്ക് വേറെ വണ്ടി എന്തെങ്കിലും ഒരു 4 വീലർ കൊണ്ടുപോവാ. അപ്പൊ പോകാം. അപ്പൊ പോവാം. ഞാനൊരു കാര്യം ചെയ്യാം സാറേ. എന്താണ്? എന്നാ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചാലോ? ഓട്ടോറിക്ഷയ്ക്ക് എത്രയാവും അവിടെ വരെ? അതുവരെ വരാൻ ഏകദേശം ഒരു 1200. അത് മതി അത് മതി അത് മതി. അല്ല അത് കുഴപ്പമില്ല, അത് ഞാൻ കൊടുക്കാം. അത് കൊടുക്കാം. നിങ്ങൾ കൊടുക്കാണ്? ഓ ആ എന്നാ പിന്നെ കുറച്ചു നേരം നിങ്ങൾ പുറത്തിരിക്കും. അവിടെ ഇരുന്നോ, ഞാൻ വിളിക്കാം. തിരക്കുണ്ട്, കുറച്ച് തിരക്ക് കണ്ടിട്ട് ഞാൻ വിളിക്കാം. മനസ്സിലായിട്ടില്ല അവര് പറഞ്ഞത്. അവിടെ ഇരുന്നോ കേട്ടോ. റെസിപ്റ്റ് ഇവിടെ ഇരുന്നോട്ടെ. അല്ല അത് വേണ്ട, അത് വേണ്ട. റെസിപ്റ്റ് തരിക നല്ലത്. ഇത് ഞാൻ കയ്യിൽ വെക്കാം, അല്ലെങ്കിൽ എന്താ പതിവ് പോലെ കാണാൻ പോയതാണ്. ഞാൻ പുറത്ത് നിൽക്കാം സാറേ. വിളിച്ചാൽ ശരി ശരി. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ. വിളവനാണ്. അറിയോ? അവിടെ ഇരിക്കട്ടു. അതവിടെ ഇരിക്കട്ടെ. ഓട്ടോറിക്ഷ, സ്കൂട്ടർ അത് വേണ്ട. എന്താ അവിടെ? എന്താ അവിടെ? ഞാനിവിടെ തന്നെയാണ്. അതെന്താ വയസ്സുകാലത്ത് ജോലി കിട്ടിയ അവിടെ? ജോലിയൊന്നും കിട്ടിയതല്ലെന്ന്. നമ്മുടെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, എന്റെ ഒരു 10 സെന്റ് സ്ഥലം കിടപ്പുണ്ടല്ലോ. ആ മറ്റേ പോലീസ് സ്റ്റേഷന്റെ പുറകിലുള്ളത്. അത് തന്നെ അത് തന്നെ. എന്താണ്? അതിനെ കരടക്കാൻ വേണ്ടി വന്നപ്പോ അത് പുറമ്പോക്കാണെന്ന്. അയ്യാ, അതെങ്ങനെ പുറമ്പോക്കാവും? അത് അവര് പറഞ്ഞു. നിങ്ങൾ 10-26 കൊല്ലായിട്ട് അതിന് കരടച്ചോണ്ടിരിക്കണതല്ലേ? അത് ഈ പിശാചിനോട് പറഞ്ഞാൽ മനസ്സിലാവും. പറഞ്ഞിട്ടും തിരിയണില്ലാന്ന്. ആര് കുടുമിയാണ്? ആ മൂട്ടിൽ ഇത് വെച്ച സാധനം. അയാളോട് പറഞ്ഞൊരു കാര്യമില്ല. അയാളോട് പറയണതേ വെറുതെയാണ്. അയാളെ ഒരു മനുഷ്യന് ഒരു ഉപകാരവും ചെയ്യില്ല. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ജന്തുവാണ് അയാള്. പിന്നെ ആരെടുത്താ കൊടുക്കണത്? അല്ലെങ്കിൽ പിന്നെ ആ കൗൺസിലറെ കണ്ടിട്ടേ. അത് ഇതിനെക്കാട്ടിയും കഞ്ഞിയാണ്. അതും ശരിയാണ്. എന്നാ പിന്നെ ഇവിടെ തന്നെ ആരെടുത്തേലും കൊടുക്കുക, അതാ നല്ലത്. സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം നമസ്കാരം. പിന്നെ ആ ലൊക്കേഷൻ സ്കെച്ചിന്റെ കാര്യം ഇന്ന് നടക്കില്ല കേട്ടോ. നടക്കില്ല അല്ലേ? ഇന്ന് നടക്കില്ല. അത് എനിക്ക് അറിയായിരുന്നു സാറേ, ഇന്ന് നടക്കില്ല. അല്ല സാറ് തന്നെയാണ് പറയാന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. സാർ അതങ്ങോട്ട് പറയട്ടെ, എന്നിട്ടാണ് പോവാലോ വിചാരിച്ച് നിന്നത് മാത്രം. ശരി ശരി. അല്ല സാറേ, ഇന്നിപ്പോ എന്താ നടക്കാത്തത്? ഇന്ന് ഇത് വില്ലേജ് ഓഫീസർ ഇല്ല. ശരിയാ ശരിയാ. ഞാനും അത് തന്നെ വിചാരിച്ചത്. അല്ല സാറ് തന്നെയാണ് പറയാന്നാ വിചാരിച്ചത്. അത് കറക്റ്റായി. വില്ലേജ് ഓഫീസറിന് എപ്പോഴാണ് ഉണ്ടാവുക? അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അയാളുടെ ലീവ് കഴിഞ്ഞിട്ട് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ. നാളെ വന്നാ കാണൂ. നാളെ വന്ന് നോക്ക്. എന്തായാലും നാളെ ഒന്ന് വന്ന് നോക്കാം അല്ലേ സാർ? നാളെ വരുമ്പോ വില്ലേജ് ഓഫീസർ ഇല്ലാന്ന് സാറ് പറയുമ്പോ എനിക്കാണ് പോവാ. അപ്പൊ പോവാ. എന്നിട്ട് മറ്റന്നീ കൂടെ ഒന്ന് വന്ന് നോക്കാം. പക്ഷെ മറ്റന്നാ വരുമ്പോ എനിക്ക് സാധനം തരണം. അത് തരണം. എന്നാ നാളെ പോന്നോ? നാളെ തന്നെ പോന്നോ? വെറുതെ വലിച്ചു നീട്ടണ്ട. വേണ്ട വേണ്ട, ശരിയാക്കാം. അതാ നല്ലത്. നാളെ പോരെ. ആയിക്കോട്ടെ. ശരി. ചായ കുടിക്കാതെ? ചായ വേണ്ട, ചായ ഒരു ചായ കുടിക്കാം. വേണ്ട 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 സാറേ, വേറെ ഒരു കാര്യം കൂടെ. ഇത് നമ്മുടെ ഒരു അടുത്തുള്ള ഒരാളാണ്. അയാളുടെ ഭൂമി പുറമ്പോക്ക് ഭൂമിയാണെന്ന് പറയാൻ നടക്കില്ല. ഇത് നടക്കില്ല. ഇതിപ്പം നടക്കില്ല. അത് കാര്യമില്ല, നടക്കില്ല. ശരി. നടക്കില്ല. അതെ, ഞാൻ തൽക്കാലം ഇത് ഇങ്ങോട്ട് വാങ്ങിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ വരാം. രണ്ടും കൂടി ഒന്നിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ ചിലപ്പോൾ ചെയ്തില്ലെങ്കിലോ? എനിക്കത് അത്യാവശ്യമാണ്. പിന്നെന്താ, അത് വാങ്ങിക്കാം. ഇനിയിപ്പോ എവിടേക്കാ നിങ്ങള്? ഞാനിപ്പോ വീട്ടിൽ പോകും. എന്നാ പോവാ.
സാറേ ഈ റിപ്പോർട്ട് തെറ്റാണ്. ബാങ്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള എമൗണ്ട് ഞാൻ ബാങ്കിൽ അടച്ചു കഴിഞ്ഞിട്ട് അത് സെറ്റിൽ ചെയ്തിട്ടുള്ള കേസാണ്. പിന്നെ എങ്ങനെ ഇത്രയും കൂടുതൽ ഈ എമൗണ്ട് സെറ്റിൽ ചെയ്തെന്ന് പറയണത്? സിബിൽ റിപ്പോർട്ടിൽ അങ്ങനെയല്ല കാണിക്കണത്. അപ്പൊ ഈ സിബിൽ റിപ്പോർട്ട് നമുക്കൊന്ന് തിരുത്തണം. അതായത് ഞാൻ പറഞ്ഞേക്കി, നിങ്ങൾ 3 ലക്ഷം റുപ്യ ലോൺ എടുത്ത് അത് കുറേ അടച്ച് അവസാനം ചെറിയൊരു എമൗണ്ട് ഡ്യൂ വന്നപ്പം നിങ്ങളും ബാങ്കും തമ്മിൽ ഒരു ധാരണ വന്നിട്ട് 10,000 റുപ്യ നിങ്ങൾ സെറ്റിൽമെന്റ് സെറ്റിൽ ചെയ്തു അല്ലേ? പക്ഷെ അത് ഇവിടെ കാണിക്കണത് 1,30,30,000 റുപ്യ ഡ്യൂ വരുത്തിയതിന്റെ പേരിൽ സെറ്റിൽ ചെയ്തു. അങ്ങനെയുള്ള ഒരാൾക്ക് വേറെ ബാങ്ക് ലോൺ കൊടുക്കൂല. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത് സാറേ? നിങ്ങൾ അതൊന്ന് പറഞ്ഞു തരും. നിങ്ങളിപ്പോ എന്താ വേണ്ടി വെച്ചാൽ നിങ്ങൾ ആ ബാങ്കിൽ പോവുക. ഇത് ഒരു ഡാറ്റ എൻട്രി ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. അത് തെറ്റിപ്പോയതാണോ ഓരോരുത്തരും ലെറ്റർ എഴുതി മേടിക്കുക. ഈ ലെറ്റർ ഞാൻ എൻ്റെ ഓഫീസിലേക്ക് അയച്ചോളാം, പിന്നെ പ്രശ്നമില്ല. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ചെല്ലി ഒക്കെ ശരിയായി വരുന്നു. എന്നാ ശരി. ആ ശരി. എന്റെ സുഹൃത്തെ, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ വളരെ ഉത്തരവാദിത്തോടെ അത് ശ്രദ്ധിച്ച് കേട്ട് കൈകാര്യം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് പറ്റിയതാണ്. അല്ലാണ്ട് ബാങ്കിനെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. നമ്മളെ 100 കൂട്ടം പണിയിലാണ് ഇട്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത് ടെൻഷൻ പിടിച്ച പണിയാണിത്. കാര്യം ചെയ്യുമ്പോൾ ഉത്തരവാദിത്തോടെ ചെയ്യുക. ഇനിയെങ്കിലും ഇത് ശ്രദ്ധിച്ച് ചെയ്യുക, എത്ര പറയാനുള്ളൂ. ഓക്കെ, എപ്പോൾ വേണം വിളിച്ചോ, എനിക്ക് പ്രശ്നമില്ല. എൻ്റെ ജോലിന്റെ ഭാഗമാണ്. നിങ്ങൾ വിളിക്കുന്നുള്ള ഒരു തെറ്റുമില്ല. ഓക്കെ ഓക്കെ. ആ, മനസ്സിലാക്കുക കാര്യങ്ങൾ. സത്യേട്ടാ, ബാങ്കിന് തെറ്റുപറ്റിയെന്ന് അവരെഴുതി തരുമെന്ന് എനിക്ക് തോന്നലാട്ടാ. അതിന് അവരെഴുതി തരാതെ ഇപ്പൊ അവൻ പറഞ്ഞ കേട്ടോ, അവൻ ഇവിടുത്തെ സ്റ്റാഫാണ്. അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അവർ സമ്മതിക്കുകയില്ല, അത് എഴുതി തരയില്ല. അല്ല, അവരെഴുതി തന്നില്ലെങ്കിൽ എനിക്ക് ലോണ് പാസ്സാവില്ലല്ലോ. എടാ പൊന്ന് ചങ്ങാതി, എത്ര കാലമായിട്ട് ഞാൻ വാടക വീട്ടിൽ കിടക്കാണ്. ഇതേ 1 വർഷം കൂടി കഴിഞ്ഞാൽ കുട്ടിയുടെ കല്യാണമായി. ആകെ പെട്ടുപോവും. അവരെഴുതി തന്നേ പറ്റൂ. അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. നമ്മുടെ ആവശ്യം പറഞ്ഞ് മയത്തിന് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് മേടിച്ചെടുക്കാൻ നോക്ക്. നമുക്ക് കാര്യം നടന്നാ പോരെ? അതെ, അത് മതി. ഉണ്ണി എന്നിങ്ങോട്ട് വന്നേ. എന്ത് കഷ്ടമാണ്. താൻ എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടണത്? ഇന്നലെ ആ ശിവദാസിന് ക്രെഡിറ്റ് കാർഡിന്റെ ഫോം കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്താ? കൊടുത്തല്ലോ. എന്ത് കൊടുത്ത താൻ? താൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചു കൂട്ടണത്? തന്നെ ഇവിടെ ആരാണ് അപ്പോയിന്റ് ചെയ്തത്? ക്രെഡിറ്റ് കാർഡിന്റെ ഫോം ഏത് കളറാ? മഞ്ഞ. മഞ്ഞയാണോ? മഞ്ഞ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനുള്ളതല്ലേ അല്ലേ? പിന്നെ താൻ എന്തിനാണോ അതെടുത്ത് കൊടുത്തത്? ഇത്രയും നല്ലൊരു കസ്റ്റമറുടെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്യാമോ ഉണ്ണി? അല്ലാതെ ഫോമിന്റെ കളർ മാറിയ സമയത്ത് അത് ക്ലോസ് ചെയ്യേണ്ട ഫോമാ കൊടുത്തത്. അപ്പൊ അത് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഇല്ലാതെ നമുക്കൊരു പുതിയ അക്കൗണ്ടിലേക്ക് ചേർക്കാലോ. തന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? അയാൾ എന്നെ വിളിച്ച് എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? മാഡം, അത് ഇനി ഏത് മുഖം കൊണ്ടാണോ അയാളുടെ അടുത്തേക്ക് താൻ ചെല്ലണത്? ചെറിയൊരു മിസ്റ്റേക്ക്. ഇവിടെ ഈ ബാങ്കിനെ വിശ്വസിച്ചല്ലേടോ അയാൾ ഇങ്ങോട്ട് വന്നത്? അതെ. തന്നെ വിശ്വസിച്ചല്ലേ ഒപ്പിട്ടത്? അതെ. അല്ലേ? അതെ. അപ്പൊ താൻ ഇങ്ങനെ ചെയ്യാമോ? ചെയ്യാൻ പാടില്ല. ഞാൻ ഇനി ഇത് ആരോട് പോയി പറയൂണ്ണി? ഇനി ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റില്ല മാഡം. ശിവദാസൻ എന്ന് പറയുന്ന വ്യക്തി നമുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമുക്ക് പുതിയൊരു ഫോമെല്ലാം പൂരിപ്പിച്ച് പുതിയ അക്കൗണ്ടിലേക്ക് എടുക്കാം. അപ്പൊ പൈസ പോവുകയും ചെയ്യില്ല, നമുക്കൊരു പുതിയ മെമ്പർ ആവുകയും ചെയ്യും. അയ്യോ, തന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. താൻ ഇവിടുന്ന് ഇറങ്ങി പോകാമോ? ഞാൻ ശിവദാസൻ എന്ന് പറഞ്ഞ ആള് പോയ എവിടെയുണ്ടാ? ആ, എന്റെ തലയിൽ ഇങ്ങനെ കുത്തിയിരിക്ക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നോട് ചോദിക്കാതെ ഒരു പേനയിലോ ഫോമിലോ ഇനി താൻ തൊട്ടിട്ടുണ്ടെങ്കിൽ വായി പൊളിച്ചിട്ടൊന്ന് പോടോ. തൊടൂല മാഡം. പോടോ. അപ്പൊ ഇനി ഞാനൊന്ന് പണിയെടുക്കണ്ടേ? കുറെ ഫോം ഒപ്പിടാനുണ്ട് സർ, പിടിക്കാനുണ്ട്, എഴുതാനുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇടോ ഒന്ന് പോയിട്ടാണ് എനിക്ക് സ്വൈരതാ. എക്സ്ക്യൂസ് മീ. വരൂ വരൂ. മാഡം, എൻ്റെ പേര് സത്യശീലൻ. ഞാൻ 7 വർഷം മുമ്പ് ഇവിടുന്ന് ഒരു ലോൺ എടുത്തിരുന്നു, പേഴ്സണൽ ലോൺ. അപ്പോൾ അതിൽ കുറേ പൈസ അടച്ചു. കുറച്ച് പൈസ ഡ്യൂ വന്നു കഴിഞ്ഞ സമയത്ത് ബാങ്ക് പറഞ്ഞത് പ്രകാരമുള്ള ഒരു എമൗണ്ട് കൊടുത്തിട്ട് ഞാനത് സെറ്റിൽ ചെയ്തു. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ സിബിൽ റിപ്പോർട്ടിൽ സെറ്റിൽമെന്റ് എമൗണ്ട് തെറ്റായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് അതൊന്ന് തിരുത്തി തരണം. സിബിൽ റിപ്പോർട്ട് തിരുത്താൻ പറ്റില്ല സാർ. തിരുത്തണ്ട.
എനിക്ക് ഒരു ലെറ്റർ തന്നാൽ മതി. എന്ത് ലെറ്റർ? ഈ സെറ്റിൽമെന്റ് എമൗണ്ട് മാറിയിട്ടാണ് കിടക്കണമെന്ന് പറഞ്ഞിട്ട്. സാർ അങ്ങനെയൊന്നും തരാൻ പറ്റില്ല. ഞാൻ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. പേരെന്തായിരുന്നു? പേര് സത്യശീലൻ. ഫുൾ നെയിം പറയാമോ? സത്യശീലൻ താഴത്തേത്. സാർ ലോൺ അക്കൗണ്ട് നമ്പർ അറിയാമോ? ലോൺ അക്കൗണ്ട് നമ്പർ ഇതാണ്. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. സെറ്റിൽമെന്റ് എമൗണ്ട് വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ഹെഡ് ഓഫീസിലേക്ക് മെയിൽ അയക്കാം, എന്നിട്ട് റിപ്ലൈ വരട്ടെ. അയ്യോ, അതൊന്നും നടക്കില്ല മാഡം. ഇത് ഹെഡ് ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അതിനൊരു തീരുമാനമൊക്കെ വരുമ്പോഴേക്കും ഞാൻ ലോണിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ കാലഹരണപ്പെടും. പിന്നെ ഞാൻ വേറെ ഉണ്ടാക്കേണ്ടി വരും. സാർ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഇവിടുന്ന് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഹെഡ് ഓഫീസിലേക്ക് മെയിൽ അയക്കാം. ഞാൻ ഇപ്പൊ തന്നെ ഫോർവേഡ് ചെയ്യാം. വേണ്ട, നിങ്ങൾ ഒരു ലെറ്റർ തന്നാൽ മതിയെന്നേ. ഞാനത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലോൺ പാസ്സാവും. സാർ അങ്ങനെ ലെറ്റർ തരാൻ പറ്റില്ല. ബാങ്കിന്റേതായ പ്രൊസീജിയർ ഇല്ലേ? നിങ്ങൾ ഈ പ്രൊസീജിയറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? സാർ ഇവിടെ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയണത് ഞാൻ മെയിൽ ഫോർവേഡ് ചെയ്യാം, അതിന്റെ റിപ്ലൈ വരട്ടെ. അപ്പൊ എന്റെ ഹൗസിംഗ് ലോണിന്റെ കാര്യം? സാർ ഹൗസിംഗ് ലോൺ അല്ലേ, അത് ശരിയായിക്കോളും. ശരിയായിക്കോളും എന്ന് പറഞ്ഞ കാര്യം എനിക്കത് കിട്ടണതാണ്. സാർ ഇപ്പോഴല്ലേ എന്നോട് വന്ന് ഈ കാര്യം പറഞ്ഞത്. എനിക്കതൊന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം തരൂ സാർ. ഒരു ലെറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടു കൊടുത്താൽ ഇപ്പൊ സംഗതി തീരും. നിങ്ങൾ അത് ചെയ്യണില്ലല്ലോ. സാർ ഈ ബാങ്കിന്റെ നിയമം അതിനെ സമ്മതിക്കില്ല. അങ്ങനെ ലെറ്റർ ഒന്നും തരാൻ പറ്റില്ല. എന്നാ ശരി, ഞാൻ വീണ്ടും വരാം.